കിരു ജലവൈദ്യുത അഴിമതി കേസിൽ ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിനെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട 5 പേർക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, കുറ്റപത്രത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? അസിത, ജമ്മു കാശ്മീരിലെ കിരു ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുൻ ജമ്മു കാശ്മീർ ഗവർണർ കൂടിയായിട്ടുള്ള സത്യപാൽ മാലിക്കിനെതിരെ CBI പ്രധാനമായും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 പ്രൈവറ്റ് സെക്രട്ടറി അടക്കം മറ്റു 4 പേർക്കെതിരെയും CBI കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതായത് 2022 ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ ജലവൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ നീക്കുപോക്ക് ചെയ്യുന്നതിനായി 150ഓളം കോടി രൂപ വാഗ്ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് നിലനിൽക്കുന്നത്. എന്തായാലും 2 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കുറ്റപത്രം CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇതുവരെയും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. പ്രധാനമായും ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇതുവരെയും ദേശീയ മാധ്യമങ്ങൾക്കും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് ഇയാൾക്കെതിരെ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്കും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ 150 കോടി രൂപയോളം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേട് നടത്തിയുമായി ബന്ധപ്പെട്ട കേസാണ് ഈ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതിലെയാണ് ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനുശേഷം കോടതി കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഈ സത്യപാൽ മാലിക്കിനെതിരെ നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആരോപണം, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആരോപണം ഉയർത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് സത്യമാലിക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ നേരത്തെ വലിയ വിമർശനം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CBIയുടെ ഒരു കുറ്റപത്രം കൂടി ഇയാൾക്കെതിരെ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രം പരിശോധിച്ച ശേഷം കോടതി കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചേക്കും. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകിയത്.